1870 ഫെബ്രുവരി 3 യുണൈറ്റഡ് സ്റ്റേറ്റ് ഭരണഘടനയുടെ 15ാം ഭേദഗതി അംഗീകരിക്കപ്പെട്ടു. അത് പ്രകാരം ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായ പുരുഷന്മാർക്ക് വോട്ടവകാശം അനുവദിക്കപ്പെട്ടു. നിറത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിൽ വോട്ടവകാശം നിഷേധിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ചരിത്രപരമായ ഈ ഭേദഗതി. 1966 ഫെബ്രുവരി 3 സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ പേടകമായ ലൂണ 9 ചന്ദ്രനിൽ ഇറങ്ങി. ആളില്ലാതെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ ബഹിരാകാശ പേടകമാണ് ലൂണ 9. 1969 ഫെബ്രുവരി 3 യാസിർ അറാഫത്ത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLOയുടെ നേതൃത്വം ഏറ്റെടുത്തു. പലസ്തീനികളുടെ അവകാശങ്ങൾക്കും രാഷ്ട്രപദവിക്കും വേണ്ടി വാദിച്ച യാസിർ അറാഫത്ത് പലസ്തീൻ സ്വയം നിർണയാവകാശത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഫലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കാൻ അറബ് ലീഗിന്റെ നിർദ്ദേശപ്രകാരം 1964 ജൂൺ 2 രൂപം കൊണ്ട PLOക്ക് 1974 UN നിരീക്ഷക പദവി ലഭിക്കുകയുണ്ടായി. പ്രമുഖരായ ചില വ്യക്തികളുടെ മരണവും ഈ ദിവസം അടയാളപ്പെടുത്തുന്നു. അമേരിക്കയുടെ 28ാമത് പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മരിക്കുന്നത് ഫെബ്രുവരി 3 ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ അന്താരാഷ്ട്ര സഹകരണത്തിനായുള്ള ആദ്യ ശ്രമമായ ലീഗ് ഓഫ് നേഷന്റെ ശില്പി എന്ന നിലയിൽ അദ്ദേഹത്തിന് 1919 നോബൽ സമ്മാനത്തിന് അർഹനാവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അന്ത്യം 1924 ഫെബ്രുവരി 3 ലോകത്തിലെ ആദ്യ അച്ചടിയന്ത്രം കണ്ടുപിടിച്ച ജർമ്മൻകാരനായ ജോഹന്നാസ് ഗുട്ടൻബർഗ് മരണപ്പെടുന്നത് 1468 ഫെബ്രുവരി 3 അദ്ദേഹം പ്രിന്റ് ചെയ്ത ലാറ്റിൻ ഭാഷയിലുള്ള ബൈബിളാണ് പ്രിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പുസ്തകം. രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനുമായിരുന്ന CN അണ്ണാദുരൈ തമിഴ്നാടിന്റെ ആദ്യ മുഖ്യമന്ത്രിയും അതിനു മുമ്പ് മദ്രാസ് സംസ്ഥാനത്തിന്റെ അവസാന മുഖ്യമന്ത്രിയുമായിരുന്നു. 1969 ഫെബ്രുവരി 3 അദ്ദേഹം മരണപ്പെടുന്നത്. മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം.